സിബിൻ ബിഗ് ബോസിൽ നിന്നും വാക്ക് ഔട്ട് ചെയ്തതല്ല, ക്വിറ്റ് ചെയ്തതല്ല, സിബിനെ പുറത്താക്കിയതാണ്. തുറന്നു പറഞ്ഞുകൊണ്ട് സിബിൻ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവം? സിബിൻ പുറത്തു പോകാൻ സാധ്യത എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഘോര പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു അതെല്ലാം കള്ളമാണ്, ഫേക്കാണ്, ഇല്ലാത്ത കാര്യം പറയരുത്, ആരോഗ്യ പ്രശ്നം മൂലമാണ് പോയത്, നിങ്ങൾക്ക് സിബിനെക്കുറിച്ച് വല്ലതും അറിയാമോ, എന്നിട്ടാണോ ഇരുന്ന് അലക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. എന്ത് പറ്റി ഇപ്പോൾ? സിബിൻ തന്നെ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞത്. എല്ലാവരുടെയും അടഞ്ഞു പോയോ? ഞാൻ ഉള്ള കാര്യം എല്ലായിടത്തും ആദ്യം തന്നെ ഞാൻ വന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. യഥാർത്ഥ കാരണം എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പോലെ സിബിനെ പുറത്താക്കാനാണ് സാധ്യത. അങ്ങനെ പുറത്താക്കുവാണെങ്കിൽ കൂടിയും സിബിൻ വാക്ക്ഡ് ഔട്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്തു എന്നായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് സിബിൻ അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ സത്യം തെളിയിക്കാൻ പറ്റി. കാരണം സിബിൻ ഈ പറഞ്ഞ പോലെ ഞാൻ ക്വിറ്റ് ചെയ്തതാണ്, എനിക്ക് ആരോഗ്യപരമായിട്ട് വയ്യ, അതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സംഭവം അവിടെ തീർന്നനെ. പക്ഷേ സിബിൻ ഉള്ള കാര്യം വന്ന് പറഞ്ഞു, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല, ഞാൻ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയതല്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, ഞാൻ ആരോഗ്യ പ്രശ്നം മൂലം പുറത്തായതല്ല, ഞാൻ പുറത്തായതല്ല, എന്നെ പുറത്താക്കിയതാണ്. എന്തായാലും സിബിനാ തുറന്ന് പറഞ്ഞു. ഇനി കമൻറ്റ് കുഞ്ഞുങ്ങൾക്ക് വല്ലതും അലയ്ക്കാനുണ്ടോ? ഇനി ഇതിൻ്റെ പിന്നിലൊരു കഥ നടന്നത് പറഞ്ഞു തരാം. ഈ പറഞ്ഞ പോലെ സിബിൻ അതിനകത്ത് മെൻ്റൽ സ്ട്രെസ്ഡ് ആയതുപോലെ സിബിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ സിബിൻ തന്നെ പറയുന്നുണ്ടെന്ന്. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ പറഞ്ഞപ്പോഴത്തേക്കും പുറത്ത് അത്രയും നെഗറ്റിവിറ്റി ആയോ എന്താണ് എന്ന് ആകെ കൺഫ്യൂഷനായി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം സിബിൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പോയിട്ട് സിബിൻ എന്താ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അവസാനം അവർ കമ്പൽ ചെയ്ത് കാണിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഈ പ്രശ്നം പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഏഷ്യാനെറ്റും എൻ്റമോൾ ഷൈനും കൂടെ ഒരു മീറ്റിംഗ് കൂടി. അങ്ങനെ അത്രയ്ക്ക് പുറത്ത് നടക്കുന്ന ഒരു സംഭവങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നെങ്കിൽ ഇനി ഈ കണ്ടസ്റ്റൻറ്റിനെ ഇതിനകത്ത് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് ഞാൻ അറിഞ്ഞത് ഷോ ഡയറക്ടറും ഈ പറയുന്ന സിബിനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ആയി എന്നാണ്. അത് സിബിൻ തന്നെ തുറന്ന് പറയും. എന്തായാലും സിബിൻ തുറന്ന് പറയാൻ തയ്യാറായിട്ട് നിൽക്കണം. ആ കാര്യങ്ങളൊന്നും സിബിൻ പറഞ്ഞിട്ടില്ല, അതെല്ലാം പറയും എന്നാണ് കരുതുന്നത്. അതിനുശേഷം പേയ്മെൻറ്റ് കട്ട് ചെയ്തെന്നും അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വഴക്കായിയാണ് ജാസ്മിൻ മതപരമായിട്ടുള്ള വഴക്കുകളിലേക്ക് വരെ പോയി എന്നാണ് അറിയാൻ പറ്റുന്നത്. മതപരമായി ജാസ്മിനെ ജയിപ്പിക്കൂ, അങ്ങനെയാണല്ലോ ഇങ്ങനെ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ വേയിൽ വരെ പോയി എന്നാണ് അറിയാൻ പറ്റുന്നത്. ആ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും സിബിൻ വന്ന് പറയും. അപ്പോൾ കമൻറ്റ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ സിബിൻ പുറത്തായതാണോ അതോ പുറത്താക്കിയതാണോ എന്ന്. അപ്പോൾ സിബിനെ പുറത്താക്കിയെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾ ചിന്തിക്കൂ. ആരോഗ്യപരമായിട്ട് എനിക്ക് വയ്യ, എനിക്ക് 2 ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ ഇറങ്ങി വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. സിബിൻ വ്യക്തമായിട്ട് ഇന്ന് കൊടുത്ത ആ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയം പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ എന്നെ പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പുറത്താക്കണമെന്ന് പറഞ്ഞില്ല. അപ്പം അവർ പുറത്താക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് കാര്യം? സിബിൻ പറയുന്നുണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് 2 ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ 2 ദിവസം മാറി ഇന്നലെ തിരിച്ച് വീട്ടിൽ കയറാൻ തയ്യാറായിട്ട് നിന്ന ആളെ പുറത്താക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം? അരിയാഹാരം തിന്നുന്നവരാണെങ്കിൽ ചിന്തിച്ച് നോക്കൂ. ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ നിങ്ങളോട് പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് സിബിൻ്റെ വായിൽ നിന്ന് വന്നത്. എന്തായാലും ഒത്തിരി നന്ദി. കാരണം സിബിൻ വന്ന് ഈ സംഭവം പറഞ്ഞതുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിബിനെ എന്തിനു പുറത്താക്കി അത് നിങ്ങൾ ചിന്തിക്കൂ. എന്തിനാണ് സിബിനെ പുറത്താക്കിയത്? ചുമ്മാ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് വെളിയിലാക്കുമോ? ആരോഗ്യ കാരണങ്ങൾ, അയാൾ മെൻ്റൽ ഡിപ്രസ്ഡ് അല്ല എന്ന് അയാൾ പറയുന്നു. മെൻ്റൽ ഡിപ്രസ്ഡ് ആയിട്ടാണ് പുറത്താക്കുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നു. അയാളെ കുറിച്ച് പറയുന്നതിനെക്കാളും നന്നായിട്ട് ബിഗ് ബോസ് ആണോ പറയുന്നത് അയാളെക്കുറിച്ച്? അപ്പോൾ പുറത്താക്കിയെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തെ സംഭവങ്ങൾ അറിയിച്ചു കൊടുത്ത ഒരാളെ അവർക്ക് ഷോയിൽ നിർത്താൻ പറ്റില്ല, പുറത്ത് ഇനി സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് ഷോയിൽ തുടരാൻ സമ്മതിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ എന്താണ് തീരുമാനിച്ചതെന്നുള്ള കാര്യം അറിയില്ല എന്ന്. ഇതാണ് മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വഴക്കൊക്കെ നടന്നു എന്നറിയുന്നുണ്ട്. എന്തായാലും 2 ദിവസം 3 ദിവസത്തിനകത്ത് വ്യക്തമായിട്ട് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. കാരണം സിബിൻ ഇൻ്റർവ്യൂവിൽ ഏതോ ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മൊത്തവും തുറന്ന് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം ഇതിനൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഈ സിബിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവങ്ങൾ മൊത്തം അറിയുന്നത് ആര്യ സീസൺ 2 നമ്മുടെ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ആര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ആര്യയായിട്ടെന്തോ വഴക്കെന്നോ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ആ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത്ര വലിയ വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സിബിൻ പുറത്തേക്ക് ആയിരിക്കുന്നത്. അല്ലാതെ സിബിൻ പുറത്തായതല്ല. സത്യാവസ്ഥ ഈ സാധനമാണ്. ഓരോ സംഭവങ്ങൾ വീതം ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ കുറേ പേര് ചോദിക്കും, ജാസ്മിനെ വീട്ടിൽ നിന്നും വാപ്പ വിളിച്ച് പറഞ്ഞതോ അത് ശരിയാണോ? ശരിയല്ല, അതും തെറ്റ് തന്നെയാണ്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല. അന്ന് ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, ഇന്ന് ഈ സിബിൻ്റെയും ജാസ്മിൻ്റെയും കേസിൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം, ഇതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒരിക്കലും പറയാൻ പാടില്ല പുറത്തെ സംഭവം എനിക്ക് അറിയണമെന്ന് ഒരിക്കലും അവർ പറയാൻ പാടില്ല. ഈ വീട്ടിലുള്ള ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സിബിൻ ലാസ്റ്റ് പറഞ്ഞതായിട്ടാണ് എനിക്കറിയാൻ പറ്റിയത്. പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് വിളിച്ച് അങ്ങോട്ട് പറഞ്ഞതാണ്. തെറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ ജാസ്മിൻ്റെ തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജാസ്മിൻ്റെ വീട്ടുകാർ കാണിച്ച തെറ്റ്, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണിച്ച തെറ്റ്, മനസ്സിലായോ? പക്ഷേ ഇവിടെ സിബിൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, എനിക്ക് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയണം. സിബിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ബിഗ് ബോസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവർ കാണിച്ചു കൊടുത്തു. പക്ഷേ എല്ലാവരുടെ അടുത്തും കൂടി ആലോചിച്ചിട്ടല്ല ഈ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ പേര് ചേർന്ന് ഒരു വിധം തിരിച്ചു കയറ്റാനുള്ള ലെവലിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ പ്രശ്നം കയ്യിൽ നിന്നില്ല, സീനായി. ഇതുപോലെ തന്നെ റസ്മിൻ പുറത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ട് വീട്ടിനകത്ത് വന്ന് ഹിൻഡ് കൊടുക്കുന്നു, ടിഷ്യൂ പേപ്പറിലൂടെ എഴുതുന്നു എന്ന് പറയുന്നു. അതും തെറ്റ് തന്നെയാണ്. പുറത്ത് നടക്കുന്ന സംഭവം ഞാൻ അറിഞ്ഞത് ബിഗ് ബോസിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഇവർ ആര് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റും. കാര്യങ്ങൾ ഉറപ്പായിട്ട് അവർക്ക് അറിയാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ബിഗ് ബോസ് സെറ്റിൻ്റെ ആ മെഡിക്കൽ റൂമിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസിൻ്റെ ആ സെറ്റിൻ്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഏതൊരു കണ്ടസ്റ്റൻ്റിനായാലും അറിയാൻ പറ്റും എന്നാണ് അറിയുന്നത്. സിജോയുടെ കാര്യം എനിക്കറിയില്ല, സിജോ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സിജോയുടെ സംസാരത്തിൽ നിന്ന് സിജോയ്ക്കും അറിയാമെന്നാണ് തോന്നുന്നത്. പക്ഷേ സിജോ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ കീഴിലായിരുന്നു ഇത്രയും ദിവസം ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ റസ്മിൻ അറിഞ്ഞു, ജാസ്മിൻ അറിഞ്ഞു, സിബിൻ അറിഞ്ഞു, തെറ്റ് തന്നെയാണത്. പക്ഷേ ഈ പറയുന്ന പോലെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ ഇതൊരു തെറ്റേ അല്ല. ഞാൻ മലയാളം ബിഗ് ബോസിൻ്റെ കേസ് മാത്രം എടുത്തു വെച്ചാണ് പറയുന്നത്. മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഈ നടന്ന സംഭവം തെറ്റ് തന്നെയാണ്. ഇതുപോലത്തെ ഇൻസിഡൻ്റാണ് സീസൺ 3 മണിക്കുട്ടനിൽ നടന്നതെന്ന് പലരും പറയുന്നു. എനിക്ക് ആ സംഭവം അറിയില്ല, ഞാനന്ന് റിവ്യൂ തുടങ്ങിയിട്ടില്ല, അന്ന് എൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ലാത്ത സമയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് TV പ്രേക്ഷകനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ സംഭവങ്ങൾ മാത്രമേ അറിയാവൂ. ഈ പറഞ്ഞ പോലെ മണിക്കുട്ടൻ ഇതുപോലെ മെൻ്റൽ ഡിപ്രസ്ഡ് ആയിട്ട് പോയപ്പോൾ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ തന്നെയാണ് മണിക്കുട്ട ജയിക്കാൻ പോകുന്നത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് 2 ദിവസം പിടിച്ച് അങ്ങനെ ആക്കിയിട്ട് തിരിച്ച് കയറ്റി വിട്ടതാണെന്ന് പറയുന്നുണ്ട്. അത് ഏറെക്കുറെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലടേ, ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല, എനിക്കത് അറിയില്ല. പക്ഷേ സീസൺ 6 കാര്യങ്ങൾ കംപ്ലീറ്റ് A to Z ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എതിർത്ത് എനിക്കെതിരെ ആരും വന്നില്ലല്ലോ. കാരണം ഞാൻ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നു. അതിപ്പോൾ ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, അറിയുന്നത് കൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. ഞാൻ വലിയ പൊങ്ങച്ചോ അടിക്കുന്നോ അല്ലെങ്കിൽ ഞാനെല്ലാം അറിയുന്നെന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമല്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളോട് പറയുന്നതും ആ സംഭവം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, ലൈവ് അപ്ഡേറ്റുമായിട്ട് ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും എക്സ്ക്ലൂസീവ് ന്യൂസിനും ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.